വയനാട്ടിൽ കോൺഗ്രസിൽ തർക്കം രൂക്ഷം. ജില്ലാ ബ്ലോക്ക് സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. യുവ നേതാക്കളെ തഴയാനുള്ള നീക്കം വിവാദമായതോടെയാണ് സ്ഥാനാർത്ഥി നിർണയം പ്രതിസന്ധിയിലായത്. കമൽ ചേരുന്നു വിശദാംശങ്ങളുമായി. കമൽ, ഗുഡ് മോർണിംഗ്. ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഒരു പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നത് തെരഞ്ഞെടുപ്പിനെയും വിജയത്തെയും ഒക്കെ കാര്യമായി ബാധിക്കുന്ന ഘടകമല്ലേ? അതുകൊണ്ട് ഇതിനെ ഏത് തരത്തിലായിരിക്കും കോൺഗ്രസ് മറികടക്കുക? വിശദാംശങ്ങളുണ്ട്. മോത്തി, ഗുഡ് മോർണിംഗ്. വയനാട്ടിൽ കോൺഗ്രസിൽ പ്രതിസന്ധി അതിരൂക്ഷമായി തുടരുകയാണ്. LDF സ്ഥാനാർത്ഥികൾ ജില്ലാ പഞ്ചായത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. നാളെയാണ് അവസാന തീയതി. ഇന്ന് രാവിലെ വരെ ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. ചില മുതിർന്ന നേതാക്കൾ, പലതവണ DCC പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും KPCC സെക്രട്ടറിയും ഒക്കെ ആയ ആളുകൾ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള ജനറൽ സീറ്റുകളിൽ അവകാശവാദം ഉന്നയിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണമായത്. ഇതോടെ നിലവിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അമൽ ജോയി, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ജഷീർ പള്ളിവയൽ തുടങ്ങിയവർക്ക് സീറ്റ് ലഭിക്കാത്ത സാഹചര്യമുണ്ടായി. ഇവർ കേണിച്ചിറ, തോമാട്ടുചാൽ തുടങ്ങിയ ജനറൽ സീറ്റുകളാണ് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ യുവ നേതാക്കളെ തഴയാനുള്ള ജില്ലാ നേതൃത്വത്തിന്റെ നീക്കം വലിയ വിവാദമായി. യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധമുണ്ടായി. അതോടെയാണ് സ്ഥാനാർത്ഥി നിർണയം പ്രതിസന്ധിയിലായിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണ് മത്സരിക്കുന്നത്. നേരത്തെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് സീറ്റാണ് ചോദിച്ചിരിക്കുന്നത്. അതിലും അന്തിമ തീരുമാനമായിട്ടില്ല. അതുപോലെ മീനങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള KE വിനയൻ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള തർക്കം രൂക്ഷമായതോടെ പഞ്ചായത്ത് വാർഡിൽ തന്നെ മത്സരിക്കാൻ തീരുമാനിച്ചു. ഇത്തരത്തിൽ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കോൺഗ്രസ് കടന്നുപോകുന്നത്. അടുത്ത ദിവസങ്ങളിലാണ് DCC പ്രസിഡന്റായി അഡ്വക്കേറ്റ് TJ ഐസക്കിനെ തീരുമാനിച്ചത്. ഐസക്കിന്റെ മുന്നിലുള്ള ആദ്യത്തെ വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ്. മോത്തി.